കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് കോഴിക്കോട് തുടക്കം. സാഹിത്യ ചർച്ചകൾ മുതൽ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ഇടപെടലുകൾക്ക് കൂടി 4 ദിവസം കോഴിക്കോട് വേദിയാകും. മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സുനിത വില്യംസ്, ഭാവന എന്നിവർ വേദിയുടെ ആകർഷകമായി മാറി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 9ാം എഡിഷനാണ് കോഴിക്കോട് തുടക്കമായിരിക്കുന്നത്. ഉദ്ഘാടന വേദിയിൽ സുനിത വില്യംസും ഭാവനയും അതിഥിയായി എത്തിയത് സദസ്സിനെ ആവേശം കൊള്ളിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെവിടെയും ജീവിക്കുന്ന അക്ഷരത്തെ സ്നേഹിക്കുന്ന മലയാളികൾ മാത്രമല്ല, അക്ഷരത്തെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ചതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു സ്മാരകം വേണമെന്നുള്ളത്. 2 ദിവസം കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വയലാലിനോട് ചേർന്ന് നിലകൊള്ളുന്ന ബേപ്പൂരിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിലുള്ള സ്മാരകം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. നാടിന് സമർപ്പിക്കപ്പെടുന്നു. KLFന്റെ 10th എഡിഷൻ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു വേദി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കേന്ദ്രം കൂടി ആയിരിക്കും എന്നതിൽ നമുക്ക് ഒത്തൊരുമിച്ച് പോകാം എന്നുള്ളത്. ഭൂമിയിൽ മനുഷ്യർക്ക് വേർതിരിവിന്റെ ആവശ്യമില്ലെന്നും ഒരേ വായുവും വെള്ളവുമാണ് എല്ലാവരും പങ്കിടുന്നത് എന്നും എല്ലാവർക്കും സ്വപ്നം കാണാമെന്ന സുനിത വില്യംസിന്റെ വാക്കുകൾ ആവേശത്തോടെ സദസ്സ് ഏറ്റെടുത്തു. The air is the same, the water is the same. We are all here together on one planet. KLFലെത്തിയ നടിഭാവനയ്ക്കും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. എഴുത്തിനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. അങ്ങനെ ഒരു മനുഷ്യരുള്ളിടത്തോളം കാലം KLF തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും വൻ വിജയമായി. ഈ ഒരു ക്രൗഡ് തന്നെ അതിനൊരു പ്രൂഫാണ്. ഒളിമ്പ്യൻ ബെൻ ജോൺസൺ അടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രമുഖർ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കും. 250-ൽ സംവാദങ്ങൾക്കാണ് 9ാം പതിപ്പ് വേദിയാവുക. ചടങ്ങിൽ KLF ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ A. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട് IT മന്ത്രി പളനിവേൽ രാജരാജൻ മുഖ്യപ്രഭാഷണവും നടത്തി. സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.